ഹലോ ഗായ്സ്, എന്റെ പേര് സുധി. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സുധി എണ്ണം ജയിച്ചു, വില്ലേജർ തോറ്റു. എന്റെ അങ്ങോട്ട് കയറി ഈ ഫ്രണ്ട്സ് കയറി ചാടിയിട്ട് നേരെ വന്ന് ഈ ഒരു കുഴിക്കകത്തോട്ട് വീണ് ഞാൻ എന്താ ഈ ഒരു ചെസ്റ്റ് വെച്ചതിന്റെ തൊട്ട് മേളില് ഒരു സ്ലാബ് പോലും വെച്ചിട്ടില്ല. ഇതുവഴി ആ ഭാഗത്തോട്ട് കയറിയിട്ട് ഇവിടെ നിന്ന് ഞാൻ കുഴിച്ച് മാറ്റി എന്റെ ഒരു ഏരിയ മുഴുവനും ഞാൻ നല്ല ഫ്ലാറ്റ് ആക്കാൻ പോകുന്നു. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ഇത് കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് ആയിരിക്കും. ഈ ഒരു മലയുടെ സൈഡിലോട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാങ്ങയിൽ 2 കല്ല്. ഓക്കെ, ഇത്ര അയൺ ബ്ലോക്ക് എന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇനി എന്തോന്ന് വേണം. ഇനി ഇതിന്ന് കുറച്ചെടുത്തിട്ട് നെരുങ്ങി ഒരുപാട് മരത്തിനകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഞാൻ മുറിച്ച് മാറ്റി. ഏതാണ്ട് 6-7 ആക്സ് എനിക്ക് പിന്നെയും ക്രാഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞാനിപ്പോ ക്രാഫ്റ്റ് ചെയ്തതെല്ലാം പൊട്ടിപ്പോയി. പിന്നെ ഈ ഒരു അയൺ ആക്സ് ആയതുകൊണ്ടും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വരെ ഈ ഒരു വുഡിന്റെ ആവശ്യം വരില്ല. അപ്പൊ മിക്കവാറും നമ്മൾ ആ ഒരു ഓട്ടോമാറ്റിക് വുഡ് ഫാർം ഉണ്ടാക്കുന്നത് വരെ നമുക്ക് ആവശ്യം വരാൻ പോകുന്ന ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു ലാവ കംപ്ലീറ്റ് എടുത്ത് ഒഴിച്ചൊന്ന് വെക്കാം. ഇല്ല, എനിക്ക് പേടിയാവുന്ന ഇപ്പോഴും. ഞാൻ ഇവന്മാരെ ഒന്ന് തീർക്കാൻ പോകുന്നു. അങ്ങോട്ട് നീ ഇവന്മാരെ അങ്ങ് തീർക്കാൻ പറ്റും. ഇവന്മാരെ എന്തോ എന്ത് ഡാമേജ് ഇവന്മാര്. ഞാനിപ്പോ തീർന്ന് 2 ഹാർട്ട്, 1.5 ഹാർട്ട്. എന്നെ ഓട്ടിക്കരുത്. എന്നാലും പ്രശ്നമില്ല. ഇവന്മാരിപ്പോ നല്ല ദൂരോട്ടായല്ലോ എന്നാകാൻ പോകുന്നത്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഞാൻ സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേളിൽ കൂടി ആ ഒരു ഡർട്ടങ്ങാനും വെച്ചിട്ട് ഈ ഒരു ലാൻഡ് പുലം ആക്കി കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ട് ഇത് കംപ്ലീറ്റ് എടുത്ത് ആ ഒരു ഷൾക്കർ ബോക്സിനകത്തോട്ടാക്കി എന്റെ ബേസിനകത്തോട്ട് വെച്ചിരിക്കണം. അതാവുമ്പോ ഒതുങ്ങിയിരുന്നോളും. എന്തെങ്കിലും ബ്ലൈൻ ഫാർം ഇപ്പൊ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. ഇന്നലെ ഞാനിത് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് 5 മണിക്കൂർ ഹിറ്റായിട്ട് ഈ ഒരു പെട്ടിലെടുത്ത് ഈ ഒരു നിപ്പങ്ങ് നിന്നു. ഇത്രയാണ് കിട്ടി. ഒരു പ്രശ്നമില്ലാതെ വർക്കാവുന്നുണ്ട്.